അസമിലെ ജോർഹട്ടിൽ വ്യോമസേനാ വിമാനം തകർന്നു. AN-32 ട്രാൻസ്പോർട്ട് വിമാനമാണ് ലാൻഡിങ്ങിനിടെ തകർന്നത്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് അർജുൻ പീതാംബരൻ ചേരുന്നു. അർജുൻ പീതാംബരൻ, എന്തൊക്കെയാണ് ഈ അപകടത്തിന്റെ വിശദാംശങ്ങൾ? ദിലീപ് കുമാർ, അല്പസമയം മുൻപാണ് അസമിലെ ജോർഹട്ടിൽ ഇത്തരത്തിലൊരു അപകടം ഇന്ത്യൻ വ്യോമസേനാ വിമാനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത്. അതും ജോർഹട്ട് എയർഫോഴ്സ് ബേസിൽ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളൊരു വിവരം കൂടിയാണ് ഇപ്പോഴെന്തായാലും പുറത്ത് വന്നിരിക്കുന്നത്. ഈ അപകടത്തിൽ അകപ്പെട്ട വിമാനം ആന്റണോവ് AN-32 ആണത്. ഇന്ത്യൻ വ്യോമസേനയ്ക്ക് വേണ്ടി പലപ്പോഴും കാർഗോ കൈമാറ്റത്തിന് വേണ്ടി, സപ്ലൈസ് എല്ലാം തന്നെ കാർഗോവായി കൈമാറ്റത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വിമാനമാണ്. മാത്രമല്ല ഇരട്ട എഞ്ചിൻ ടർബോ പ്രോപ്പ് വിമാനമാണ്. ഇതെല്ലാം തന്നെ സാധാരണഗതിയിൽ പലയിടങ്ങളിലേക്കും സാധനങ്ങൾ കൈമാറ്റം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വിമാനമാണ്. അത് ലാൻഡിങ്ങിനിടയിൽ അപകടം സംഭവിച്ചു എന്നുള്ള വിവരമാണ് ഇപ്പോഴെന്തായാലും എയർഫോഴ്സിൻ്റെ ഭാഗത്തു നിന്നും ഒരു സ്ഥിരീകരണം വന്നിരിക്കുന്നത്. ഈ എയർഫോഴ്സ് ബേസിനകത്ത് തന്നെ ലാൻഡിങ്ങിനിടെ അത് ക്രാഷ് ലാൻഡിംഗ് ആവുകയും തുടർന്ന് തീപിടുത്തം ഉണ്ടാവുകയും ചെയ്യുകയായിരുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോഴെന്തായാലും പുറത്ത് വന്നിരിക്കുന്നത്. ഈ വിമാനത്തിനകത്ത് എത്ര പേരുണ്ടായിരുന്നു, പൈലറ്റുമാർക്ക് പുറമെ എത്ര പേരുണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴൊരു സ്ഥിരീകരണമോ മറ്റ് വിശദീകരണങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല. എന്തായാലും രക്ഷാപ്രവർത്തനം അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും ജോർഹട്ട് എയർഫോഴ്സ് ബേസിനകത്ത് തന്നെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അവിടേക്ക് രക്ഷാപ്രവർത്തകർ ഓടിക്കൂടി. മാത്രമല്ല തീ അടയ്ക്കുകയും അതുപോലെ തന്നെ രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഈ വിമാനത്തിനകത്ത് പൈലറ്റുമാരും അതിന് പുറമെ എത്ര പേരും ഉണ്ടായിരുന്നു എന്നുള്ള വിവരം ലഭിക്കുമെന്നുള്ള കാര്യം തന്നെയാണ് എന്തായാലും അറിയാൻ സാധിക്കുന്നത്. ഇതിനോടകം തന്നെ ഈ രക്ഷാപ്രവർത്തനം അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് എത്തുന്നു. കാരണം ഈ എയർഫോഴ്സ് ബേസിനകത്ത് തന്നെ ആയതുകൊണ്ട് ഒരുപാട് ആളുകൾ എയർഫോഴ്സ്, അതുപോലെ തന്നെ എയർഫോഴ്സിൻ്റെ ആംബുലൻസ്, എയർഫോഴ്സിൻ്റെ ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള എല്ലാ സന്നാഹങ്ങളും ആ എയർഫോഴ്സ് സ്റ്റേഷനകത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ് ഈ രക്ഷാപ്രവർത്തനം വളരെ പെട്ടെന്ന് പുരോഗമിക്കാൻ വേണ്ടി കാരണമായത്. എന്തായാലും ഈ അപകടത്തിന് കാരണമടക്കം അല്പസമയത്തിനകം തന്നെ എയർഫോഴ്സ് അതിലൊരു സ്ഥിരീകരണം നടത്തുമെന്നുള്ള കാര്യം അറിയുന്നു. എന്തായാലും നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഈ വിമാനം ലാൻഡിങ്ങിനിടയിൽ ക്രാഷ് ലാൻഡിംഗ് ആയി അതിനുശേഷം ഒരു തീപിടുത്തം ഉണ്ടാവുകയും വലിയൊരു തീഗോളമായി മാറുകയായിരുന്നു എന്നുള്ള കാര്യം തന്നെയാണ്. വിമാനം രണ്ടായി മുറിഞ്ഞിട്ടുണ്ട്. എന്തായാലും അകത്തുള്ള പരിശോധന അടക്കമാണ് ഇപ്പോഴേതായാലും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആന്റണോവിൻ്റെ AN-32 എന്ന കാർഗോകളെല്ലാം തന്നെ കൈമാറ്റം നടത്തുന്ന ഇരട്ട എഞ്ചിൻ ടർബോ പ്രോപ്പ് വിമാനമാണ് ഇത്തരത്തിൽ ജോർഹട്ടിൽ, അസമിലെ ജോർഹട്ട് എയർഫോഴ്സ് സ്റ്റേഷനിൽ തകർന്നു വീണിരിക്കുന്നത്. ദിലീപ്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.